വാട്സ്ആപ്പ് ഗായ്സ്, എന്തുണ്ട് കൂട്ടുകാരെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മൾ കുറേ കാലമായി കണ്ടിട്ടല്ലേ. നമ്മുടെ സ്വന്തം RX100 ഇറങ്ങിയിരിക്കുന്നത്. വണ്ടീനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാം വണ്ടി ഏതാണ് വരുന്നതെന്നുള്ളത്. കാരണം അത്രയ്ക്കും ഹരം കൊള്ളിക്കുന്ന ഒരു സൗണ്ടാണ് നമ്മുടെ RX100. ഒരു പ്രത്യേകം ഫാൻ ബേസ് തന്നെയാണ് നമ്മുടെ വണ്ടിക്കുള്ളത്. അതിപ്പം സൗണ്ടിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഈ ഒരു യൂണീക്ക് ഡിസൈൻ ആയിക്കോട്ടെ, എല്ലാം കൊണ്ട് എത്ര വർഷം പഴക്കമുണ്ട്. അതായത് ഇത് 1989 മോഡൽ RX100 ആണ്. ജപ്പാൻ വണ്ടിയാണ്. ഇപ്പോഴും പണ്ടത്തെ ഒറിജിനൽ ബ്ലോക്ക് തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല. കാരണം അധികം റഫായിട്ട് ഓട്ടിക്കാറൊന്നുമില്ല. അതേപോലെ തന്നെ ടൂറ്റി ഓയിലിൻ്റെ അളവ് ഇച്ചിരി കൂട്ടിയാലും കുറച്ചൊഴിക്കാറില്ല. അങ്ങനെയാണ് ഞാനിത് കൊണ്ടു നടക്കുന്നത്. അത്യാവശ്യം ലോങ് പോകുമ്പോൾ ഞാൻ ഓയിലിൻ്റെ അളവ് നല്ല രീതിയിൽ കൂട്ടി ഒഴിക്കാറുണ്ട്. ഒരു വണ്ടി വരുന്നുണ്ട്, ഒതുക്കി വെക്കട്ടെ. ഓക്കെ ഗൈസ്, അപ്പം സ്പീഡോമീറ്റർ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് 42,000 ചില്ലുവാനും കിലോമീറ്റർ കാണാം. പക്ഷേ ഇത് എന്തായാലും ഒരു 2 ലക്ഷത്തിന് വണ്ടിക്ക് ഓടിയിട്ടുണ്ട് ഈ വണ്ടി, അതുറപ്പാണ്. കുറഞ്ഞത് ഇത് റീസെറ്റായിട്ട് പിന്നെ ഒന്നെന്നും പറഞ്ഞ് വന്നതാണ് കേട്ടോ. വണ്ടി വാങ്ങിച്ചപ്പോൾ ഉള്ള മീറ്റർ അല്ലേ, അത് മാറിയിട്ടുണ്ട്. പ്രിക്കോളിൻ്റെ OG മീറ്റർ തന്നെയാണ്. പിന്നെ ബാക്കിൽ നമ്മൾ SD ടയർ കയറ്റിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല മണ്ടാപ്രിം, അതായത് നോർമൽ SD റിമ്മിന് വീതി കുറവായിരിക്കും, പക്ഷെ ഇതിന് വീതിയുണ്ട്. അതാണ് ഈ റിമ്മിൻ്റെ പ്രത്യേകത. വീലിന് കുറച്ചുകൂടെ ഒരു ഇത് തോന്നിക്കും. ഇപ്പം എൻ്റെ കാർബറേറ്റർ തന്നെയാണ്. പക്ഷേ ഉള്ളിലത്തെ ഒരു ജെറ്റ് ഉണ്ടല്ലോ, ഒരു ജെറ്റ് നമ്മൾ മാറിയിട്ടുണ്ട്. അതിനെന്തോ ഒരു ഇഷ്യൂ വന്നപ്പം അങ്ങനെ മാറിയതാണ്. OG സാധനം തന്നെ, വേറെ ജപ്പാൻ കാർബറിൽ നിന്ന് എടുത്ത് ഇടാണ്. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു റാന്തൽ വിളക്ക് പോലൊരു ഐറ്റം കിടക്കുന്നുണ്ടോ. ഇത് നമ്മുടെ പെട്രോൾ ഫിൽറ്ററാണ്, ബുള്ളറ്റിനൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇത് സംഭവം കൊള്ളാം, അടിപൊളിയാണ്. കാരണം ഇതിനകത്ത് മാഗ്നറ്റ് ഉള്ളതുകൊണ്ട് തുരുമ്പ് പൊടി എങ്ങാണോ ടാങ്കിലുണ്ടെങ്കിൽ മാഗ്നറ്റിൽ വന്ന് ഒട്ടിയിരുന്നോളും. അപ്പം കരടും തുരുമ്പൊന്നും നമ്മുടെ കാർബിൽ ഇറങ്ങുമെന്നുള്ള പേടി വേണ്ട. പിന്നെ 4 സ്പീഡാണ് കേട്ടോ. ഇത് 5 സ്പീഡ് ചുമ്മാ സ്റ്റിക്കറാണ്, സ്റ്റിക്കർ ഇട്ട് വെച്ചേക്കുന്നതാണ്. വേണമെങ്കിൽ 5 സ്പീഡാക്കാം, ഒരു പ്ലാനുണ്ട്. എന്തായാലും ഒരു 5 സ്പീഡിൻ്റെ ഗിയർ ബോക്സ് കിട്ടുവാണെങ്കിൽ നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനാണ്, നമ്മൾ പ്രത്യേകിച്ച് എക്സ്ട്രാ വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ആ പാടി SD റിമ്മ് മാത്രമേ ഉള്ളൂ, വേറെ വണ്ടിയുടെ എന്ന് പറയാനാ ഡിസ്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിപ്പം അത്യാവശ്യം പവറിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്ത് വെച്ചേക്കുക. നമ്മൾ ഒരുപാട് മൈലേജ് ഫോക്കസ് ചെയ്യുന്നില്ല. നമുക്ക് നല്ല രീതിയിൽ എൻജിൻ ലൈഫ് കിട്ടേണ്ടുന്ന രീതിയിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ പെട്രോൾ കിട്ടേണ്ടുന്ന രീതി. ഒരുപാട് മൈലേജിന് ട്യൂൺ ചെയ്ത പെട്രോളിൻ്റെ അളവ് പറഞ്ഞ് എൻജിനത് ഓവർഹീറ്റല്ല, എൻജിനത് ബാഡാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ സ്വിച്ചസൊക്കെ നമ്മൾ വേറെ വണ്ടിയുടെയാണ് കയറ്റിയേക്കുന്നത്. ഇതിനകത്ത് പാസ്സൊക്കെ ഉണ്ട്, എല്ലാം വർക്കിംഗ് ആണ്. ഇവിടെ ഒരു RX-ൻ്റെ ക്യാപ്പൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെന്താ, ബാക്കിയെല്ലാം സ്റ്റോക്ക്. ഒരു RX എങ്ങനെയാണോ ഇരിക്കേണ്ടുന്നത് അങ്ങനെ തന്നെ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. Z-ൻ്റെ ഇൻഡിക്കേറ്ററാണിത് ഫ്രണ്ടിലും ബാക്കിലും. പക്ഷെ റൗണ്ട് തന്നെയാണ് കുറച്ചുകൂടെ ഗുമ്മ്. ഇത് നമ്മൾ മാറ്റിയിട്ടില്ലെന്നേ ഉള്ളൂ, എന്തായാലും മാറ്റണം. ക്രാഷ് ഗാർഡും ഇത് റോഡ് ടൈപ്പ് ക്രാഷ് ഗാർഡാണ്. പിന്നെ ടാങ്ക് മറ്റേ മെറ്റൽ ഫ്ലേക്ക് വരുന്ന പെയിൻറ്റിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുണ്ട് ഇതിൽ. അതേപോലെ തന്നെ മുകളിൽ ഇതുണ്ടോ, ഇത് PPF ചെയ്തേക്കുക കണ്ടോ. ഇത് പൊടിയും അഴുക്കും ഇരിക്കുന്നുണ്ടോ, കണ്ടോ തിളക്കം വരുന്നുണ്ടോ. PPFൻ്റെ ആ ലെയറിനൊരു പ്രത്യേക തിളക്കമുണ്ട്. അതിൻ്റെ ഭാഗം കുറച്ചുകൂടെ തിളക്കം കൂടി. ഇതിപ്പോൾ അഴുക്കും പൊടി ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മൊത്തം സ്ക്രാച്ച് ആയത് ഞാൻ ഒന്നും പറയണ്ട, പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നേ. അന്നേരം ഇതിൻ്റെ മുകളിൽ വെച്ച് ഒരഞ്ഞൊരഞ്ഞ് ഇവിടെ അങ്ങ് സ്ക്രാച്ചായി. സീറ്റും കാര്യങ്ങളും പിന്നെ ക്യാരിയർ എക്സ്ട്രാ വെച്ചതാണ് ഇത് കേട്ടോ. അപ്പോൾ സാധനമൊക്കെ വെച്ചുകൊണ്ട് വരാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന കാര്യം സൗണ്ട് കേൾപ്പിച്ച് തരാം. അതിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഭൂരിഭാഗം ആൾക്കാരും വന്നേക്കുന്നത്. എൻജിനിൽ നിന്ന് അബ്നോർമലായിട്ടുള്ള ഒരു സൗണ്ടും ഇല്ല, പക്ക സ്മൂത്ത് ആണ്. അതേപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള സൗണ്ടാണ്. ഉണ്ടോ, ഫ്ലൂട്ടിൽ ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട് സൗണ്ട് കൂടാൻ. സ്റ്റോക്ക് ഫ്ലൂട്ടല്ല. അപ്പോൾ എന്തായാലും വണ്ടി ഓട്ടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യം പറയാം. അതേ മുന്നേ ഓട്ടിക്കുമ്പോൾ ഉള്ള സൗണ്ട് നിങ്ങളെ കേൾപ്പിക്കാം. എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യ, എന്തായാലും നോക്കാം.
ഈ വണ്ടി എത്ര ഓടിച്ചാലും മടുക്കില്ല ഗൈസ്, കാരണം ഈ ഒരു സൗണ്ട് തന്നെയാണ്. ഇങ്ങനെ ആസ്വദിച്ച് പോകാം. എനിക്ക് ഈ വണ്ടി കൈ കൊടുത്ത് ഓടിക്കുന്നതിനെക്കാട്ടിലും ഇഷ്ടം ഒരു 40-45 പോയിട്ട് അങ്ങനെ പോകുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ട്. അത് സൂപ്പറാണ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അല്ലൊരു പ്രത്യേക സുഖമാണ്. എന്നിട്ട് നമ്മൾ ഇപ്പം കാണിച്ചു തരാം, 40 പോയിട്ട് ചെറുതായിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ കണ്ട ഈ ഒരു സൗണ്ട് കേട്ടോ പൊട്ടുന്നത്, അത് നൈസാണ്. അങ്ങനെയാണ് ഞാൻ മെയിനായിട്ട് പോകാറുള്ളത്, കാരണം ഒരു പ്രത്യേക ഫീലാണ്. മാത്രമല്ല ഈ ഒരു വ്യൂ ഉണ്ടോ ഗൈസ്, സീൻസാണ്. നമുക്ക് ഇവിടുന്ന് റൈറ്റ് പിടിക്കാം. ഭയ്യാ മാറു ബായ്. മൈലേജ് ഒന്നും ഞാൻ സത്യം പറഞ്ഞാൽ നോക്കിയിട്ടില്ല കേട്ടോ. മൈലേജിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല. അടിക്കുക ഓടുക, അടിക്കുന്നു ഓടുന്നു. ഞാൻ ഓണർ. ഇനിയിപ്പം നിങ്ങൾ RX ഒക്കെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചേസാണ് മെയിൻലി ചെക്ക് ചെയ്യേണ്ട. കാരണം തുരുമ്പും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, അത് മെയിനായിട്ട് നോക്കുക. പിന്നെ നമ്പർ, ചേസ് നമ്പരും എൻജിൻ നമ്പരും RC ബുക്കിൽ സെയിം ആകാൻ നോക്കുക. എൻജിനിൽ നിന്ന് എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള നോക്കിംഗ് സൗണ്ട് വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഓടിച്ചിട്ട് വണ്ടിക്ക് നല്ല പവർ, അതായത് വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പവറൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതിനെപ്പറ്റി, അതായത് ഒരു 2 സ്ട്രോക്ക് വണ്ടി എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യാം കേട്ടോ. ഇപ്പം ജസ്റ്റ് ഈ വണ്ടി കാണിച്ചു തരുന്നു, അത്രയേ ഉള്ളൂ. ഓക്കേ, വണ്ടി പക്ക സ്മൂത്താണ്. ഗിയർ ബോക്സ് ഒന്നും വിഷയമല്ല. ഗിയർ ബോക്സിലെ ഓയിലൊക്കെ ഞാൻ തന്നെ മാറുന്നത്. ഓൾമോസ്റ്റ് ഒരു 650 മില്ലിയാണ് ജെനുവിൻ. കൊല്ലത്തുനിന്ന് ഇതിൻ്റെ ഒറിജിനൽ ഗിയർ ഓയിൽ കിട്ടും, അത് വാങ്ങിച്ചങ്ങ് ഒഴിക്കും. അത് 700 മില്ലി ഉണ്ട്, അതിനകത്തുനിന്ന് ഒരു 50 മില്ലി മാറ്റിയിട്ട് ഫുള്ളങ്ങ് ഒഴിക്കും. അപ്പോൾ ഗിയർ ബോക്സ് കുറച്ചുകൂടെ സ്മൂത്തായി കൊടുക്കും. മെയിൻ്റനൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി എനിക്ക് വേറെ വണ്ടികളുണ്ട്, അതായത് ഡോമിനാർ, കാലിബർ, സ്കൂട്ടർ, അങ്ങനെ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മെയിൻ്റനൻസ് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ടൈമിംഗ് ചെയിനില്ല, വാൽവില്ല, എഞ്ചിൻ ഓയിൽ ഇടയ്ക്കിടയ്ക്ക് മാറേണ്ട അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് ഒഴിവായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ 4 സ്ട്രോക്ക് ഓടിക്കുന്ന പോലല്ല ഈ വണ്ടി. ഗിയറിങ്ങിനൊക്കെ ഓരോ ടൈമിംഗ് ഉണ്ട്. അതായത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് ഒരു പർട്ടിക്കുലർ RPM എത്തുമ്പോഴാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മൾ ലോഡ് ചെയ്ത് നിർത്തിയിട്ട് എന്നാലേ ഇത് പ്രോപ്പറായിട്ട് വീഴും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഉണ്ടാ ഈ ഒരു സൗണ്ടും കേട്ട് ഇങ്ങനെ അങ്ങ് പോവാം. പിന്നെ മെയിനായിട്ട് ഈ RX-ന് പണി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ടോപ്പ് എൻഡ് കയറ്റുമ്പോഴാണ്, അതായത് ഓയിൽ കുറച്ചിട്ട് ഒരുപാട് എഞ്ചിന് സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് എഞ്ചിൻ പിടിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ഇതുണ്ടോ ചാടി ഇരിക്കും വേണ്ടി. ഈ ഒരു സൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. പണ്ട് 98 cc ഉള്ളെങ്കിൽ എന്താ, കാണിക്കുന്ന പവറും അതൊക്കെ മൊത്തത്തിൽ വ്യത്യാസമാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. വെയിറ്റ് എന്ന് പറയുന്ന സാധനമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണേലും കുത്തി കയറ്റിക്കൊണ്ട് പോവാം, കൈ ഒതുങ്ങിയിരിക്കും. അതിൻ്റെ തന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ട്. വെയിറ്റ് ഒരുപാട് കുറയുമ്പോൾ, നമ്മളിപ്പോൾ ഹൈവേയിൽ അത്യാവശ്യം സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ലോറിയോ ബസ്സോ വല്ലതും ഓവർടേക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു സൈഡ് പിടുത്തം പോലെ ഉണ്ടാകും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വണ്ടിക്ക് വെയിറ്റ് ഇല്ല. അപ്പം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ട്. അതുകൊണ്ട് തന്നെ RX-100 ഇത്രയും ഇതാവാനുള്ള കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു, പവർ ടു വെയിറ്റ് റേഷ്യോ. കാരണം 98 cc ഉള്ളെങ്കിലും നല്ല രീതിയിലാണ് പവർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2 സ്ട്രോക്ക് ആയതുകൊണ്ട്. അതും അതിൻ്റെ കൂടെ ആപ്പാട് 98 കിലോ ഉള്ളു വണ്ടിയുടെ വെയിറ്റ്. ഇത് രണ്ടും കൂടെ ഒരു അന്യായ കോംബോയാണ്. പിന്നെ ആ സൗണ്ട് പറയാൻ വേണ്ടല്ലോ, പിന്നെ ഈ ലുക്കും ഒട്ടും പറയണ്ട. ആഹാ അന്തസ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. ഞാൻ ജസ്റ്റ് ഈ വണ്ടി നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നെയാണ്. ഇനിയിപ്പം RX-100 എടുക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ സെപ്പറേറ്റ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ള. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കൂടി സംഗമിക്കാം. ഗുഡ് ബൈ.